ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ പരീക്ഷണമാണ്, വേറൊന്നുമല്ല, നമ്മുടെ ഷവർമ്മ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഷവർമ്മയാണ്. ഓരോരോ ന്യൂസുകൾ കേട്ട് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഇപ്പം. പല്ലിയും പാറ്റയൊക്കെ ഫില്ല് ചെയ്ത് ഷവർമ്മ കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിക്കുന്നതല്ലേ. അത്ര കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ല കേട്ടോ ഇത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് സംഭവം മനസ്സിലായത്. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അതിനകത്തേക്ക് ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഇത്രയും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെച്ച് നല്ലതാണ്. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മൂന്നൊന്ന് അരിഞ്ഞു വെച്ച സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് മസാലകളൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്യാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത്രയും സിമ്പിളാണോ ഇതുണ്ടാക്കാൻ തോന്നിയത്. ആകെ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം മാത്രമേ അതിന് പോകുന്നുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് പട്ടിട്ടിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് മാറി കിട്ടാനായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടറിനകത്ത് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായി വരുമ്പോൾ അടിപൊളിയാണ്. ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. രാത്രിയിൽ എൻ്റെ പപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുനുകുനുകുന അരിഞ്ഞിടുന്നുണ്ട്. പാട്ട് 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 സൗണ്ടില്ലാത്ത പാട്ട് എങ്ങനെ പാട്ട്. അപ്പോൾ ചിക്കനൊക്കെ ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്നുകിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം. പക്ഷേ ക്രഷ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിറയെ അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ടതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കീറിയിട്ടതാണ് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ തന്തൂരി മയോ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. മയണൈസ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്തൂരി മയോ എടുത്തതാണ്. തന്തൂരി മയോണൈസാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുബൂസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമായിരുന്നു. അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കുബൂസ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ കുബൂസ് പുറത്തുനിന്ന് കേട്ടോ വാങ്ങിച്ചേ. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മയോണൈസ് അല്ലാത്തതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം മറ്റേ മയോണൈസ് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. അത് കട്ടി മിക്സ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ സാധാ കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കി ആ കുബൂസിൻ്റെ മുകളിൽ നിന്ന് ലെയർ ചെയ്ത് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ലെയർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സും കൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സവോളയും കൂടെ അതിനെ മണ്ടയ്ക്ക് ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഷവർമ്മ പോലെ റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ആയിട്ട് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെയൊക്കെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ള ഷവർമ്മയും കൂടെ അതുപോലെ ഒന്ന് റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ഷവർമ്മ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ മാത്രം വാങ്ങിച്ച് കഴിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ എൻ്റെ പപ്പയ്ക്ക് കേട്ടോ കഴിക്കാൻ കൊടുത്തേ. അങ്ങനെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. പപ്പ കൊള്ളാവോ? ഇയാൾക്ക് തരത്തില്ല, ഇയാൾ പപ്പു ആക്കണ്ട. പിന്നെ അമ്മമാർക്ക് 2 പേർക്കും കൊടുത്തായിരുന്നു. അവർ വലിയ ഷവർമ ലവേഴ്സൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് അവർ കഴിക്കുകയാണ്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്നതും കഴിക്കും. അത് വല്ലപ്പോഴേ ഉള്ളൂ. അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ പിന്നെ അമ്മമാർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അവർക്ക് കള്ളാവേ
അങ്ങനെ എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തായാലും കടയിലൊക്കെ പോയി നമ്മൾ എന്ത് വിശ്വസിച്ചാണ് വാങ്ങിച്ച് കഴിക്കുക അല്ലേ. വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വന്നിട്ട് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.